അള്ളാഹുവുമായുള്ള ബന്ധം എത്ര നിലയിലും നന്നാക്കി തൻ്റെ സഹജീവിയോടുള്ള ബന്ധം സൂക്ഷിക്കാതെ, അതിനെ വേണ്ടുവോളം ശ്രദ്ധിക്കാതെ, അതിനുള്ള പരിഗണന നൽകാതെ, അതിൻ്റെ ബാധ്യത നിർവഹിക്കാതെ ഒരിക്കലും ഒരാളുടെ ദീൻ പൂർണ്ണമാവുകയില്ല. ദീനിൽ അയാൾ ഒരിടത്തും എത്തുകയില്ല. അള്ളാഹുവിൻ്റെ വചനം ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിശുദ്ധ ഖുർആനിലെ വിശേഷപ്പെട്ട ഒരു ആയത്താണിത്. ഈ ഒരൊറ്റ ആയത്തല്ലാതെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് വേണ്ടി വേറെ ഒന്നുമില്ലെങ്കിലും മനുഷ്യന്റെ മാർഗദർശനത്തിന്, മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്, അവന്റെ സാമൂഹിക സന്ധാരണത്തിന്, ഇവിടത്തെ സമാധാനത്തിന് ഈ 3 വാക്കുകളുടെ ആശയം മാത്രം മതിയാകുമെന്നാണ് വിശ്വപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നീ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക, മാപ്പ് നൽകാൻ നീ സന്നദ്ധനാവുക. 1, നന്മ പ്രവർത്തിക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യുക. മറുപക്ഷത്തിൽ നിന്ന് വിവരമില്ലാതെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനോട് ആ നിലയിൽ പ്രതികരിക്കാതെ നിന്റെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണം ഉണ്ടാവുക. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിലും അതേപോലെ സമുദായത്തിലും സമൂഹത്തിലും തൻ്റെ നാട്ടിലും ഗ്രാമത്തിലും മദ്രസയിലും ജോലിസ്ഥലത്തും എല്ലാ രംഗത്തും സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവുമായുള്ള ബന്ധം നന്നാക്കുന്നതിനോടൊപ്പം തൻ്റെ സഹജീവിയോടുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ മനുഷ്യന് കഴിയും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന. അല്ലാഹു ജല്ല ശഅനുഹു സ്വർഗീയ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നാളെ സ്വർഗലോകത്തെത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു പ്രത്യേക അവസ്ഥാന്തരം ഉണ്ടാക്കും. അവരുടെ മനസ്സിൽ ആരോടും ഒരു വിദ്വേഷമോ പകയോ അസൂയയോ കുശുമ്പോ ദേഷ്യമോ വിരോധമോ ഒന്നും ഉണ്ടാകാത്തൊരു ഹൃദയം അള്ളാഹു അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കും. മഹാന്മാര് പറയുന്നു, ഈ ഒരവസ്ഥയിലേക്ക് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഇത്തരം ശുദ്ധമായ ലളിതമായ സുന്ദരമായ ഹൃദയത്തോടെ സ്വർഗാവകാശികളാകണമെങ്കിൽ ഇഹലോകത്തും അങ്ങനെയുള്ള ഒരു ഹൃദയത്തെ സൃഷ്ടിക്കാൻ, അങ്ങനെയുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി മനുഷ്യൻ തയ്യാറാകണം. ഉലമാ